നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കാളിക്കാവിലെ 2.5 വയസ്സുകാരിയുടെ മരണം ക്രൂരമർദ്ദനത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചർച്ചയാകുന്നത് കംസനായ അച്ഛന്റെ ക്രൂരതയാണ്. മർദ്ദനത്തിൽ ബോധം പോയ കുഞ്ഞിനെ എറിഞ്ഞാണ് അച്ഛൻ പരിക്കേൽപ്പിച്ചത്. കംസൻ കാട്ടിയതിനും സമാനമായ ക്രൂരത. മർദ്ദനമേറ്റപ്പോൾ കുഞ്ഞിന്റെ തലയിലുണ്ടായ രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട്. കുഞ്ഞിന്റെ ശരീരത്തിൽ പഴയതും പുതിയതുമായ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. ഫായിസിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ഭാര്യ ഷഹാനത്തും മക്കളും സ്വന്തം വീട്ടിലാണ് ഏറെ നാളായി കഴിഞ്ഞിരുന്നത്. ഇതിനിടയിൽ ഇവരെ ഫായിസ് നിർബന്ധിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. നേരത്തെയും ഫായിസിനെതിരെ ഷഹാനത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. അമ്മയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു കുട്ടിയോട് ക്രൂരത കാട്ടിയത്. ലഹരിയിലായിരുന്ന ഇയാൾ ഇതെല്ലാം ചെയ്തതെന്നും സൂചനകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിക്കുന്നത് തന്നെയാണ്. കത്തിച്ച സിഗരറ്റ് കൊണ്ട് കുത്തിയ മുറിവുകളും കണ്ടെത്തിയിരുന്നു. മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ വാരിയലുകളും പൊട്ടിയിരുന്നു. ഉദിരംപേയൂർ സ്വദേശി മുഹമ്മദ് ഫായിസിന്റെ മകൾ നസ്രീൻ ഞായറാഴ്ചയായിരുന്നു മരിച്ചത്. സംഭവത്തിൽ ഫായിസിനെതിരെ കുട്ടിയുടെ മാതാവും ബന്ധുക്കളുമാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഫായിസ് കുഞ്ഞിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്നത് തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. ഫായിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഉടൻ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുത്തേക്കും. കൊലക്കുറ്റം ചുമത്തും. തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് കുട്ടിയെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അച്ഛൻ എത്തിച്ചത്. എന്നാൽ ഇവിടെ എത്തിക്കും മുൻപ് കുഞ്ഞ് മരിച്ചിരുന്നു. കുട്ടിയുടെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ കുഞ്ഞിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് ആരോപണം. കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞെന്നും കുഞ്ഞിനെ കൊല്ലുന്നത് കണ്ടെന്നും കുട്ടിയുടെ അമ്മ പറയുന്നു. കുഞ്ഞിനെ ഇടയ്ക്കിടെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും ആരോപണമുണ്ട്. കുഞ്ഞ് മരിച്ചതിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. മരണത്തിന് പിന്നാലെ തന്നെ പിതാവിനെതിരെ ഗുരുതര ആരോപണവുമായി മാതാവ് ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് വരികയായിരുന്നു. കുഞ്ഞിനെ ദേഹത്ത് മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. കുട്ടിയെ കൊലപ്പെടുത്തുന്നത് മുതൽ കണ്ടതായും ഇവർ വെളിപ്പെടുത്തി. കുട്ടിയെ പിതാവ് കട്ടിലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. കുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് ഫായിസ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. 70-ലധികം മുറിവുകളായിരുന്നു കുഞ്ഞിന്റെ ദേഹത്തിൽ കണ്ടത്. രഹസ്യഭാഗങ്ങളിൽ വരെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ശരീരത്തിൽ ഏൽപ്പിച്ച പല പരിക്കുകളും 10 ദിവസത്തിലധികം പഴക്കവുമുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. ഞായറാഴ്ച 1:30 വീട്ടിലെത്തിയ ഫായിസ് കുട്ടികളെ വായപൊത്തി കട്ടിലും അലമാരയിലും ഇടിപ്പിച്ചെന്നും അബോധാവസ്ഥയിലായിരുന്ന കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച ശേഷം അലറിയിട്ട് ചവിട്ടിയിട്ടെന്നും ഷാബത്ത് ആരോപിക്കുന്നു. കുഞ്ഞിനെ മർദ്ദിച്ചത് കൊണ്ട് നിലവിളിച്ച തന്നെ മുറിയിലിട്ട് പൂട്ടി. ശബ്ദം കേട്ടെത്തിയ അയൽവാസികളും ബന്ധുക്കളുമാണ് മുറി തുറന്നത്. അപ്പോഴേക്കും കുഞ്ഞ് അബോധാവസ്ഥയിലായിരുന്നുവെന്നും അവർ പറയുന്നു. തിങ്കളാഴ്ച പകൽ 11:30 പുല്ലങ്കോട്ട് റബ്ബർ എസ്റ്റേറ്റിൽ നിന്നുമാണ് കളിങ്കാവ് SI വെളിയിൽ ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഫായിസിനെ പിടികൂടിയത്. ഭാര്യയെ മർദ്ദിച്ചതിന് ഇയാളുടെ പേരിൽ 2 കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഫായിസിന്റെ വീട് കളിങ്കാവ് പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. ഫായിസിന്റെ ബന്ധുക്കളെ പ്രതി ചേർക്കുന്ന കാര്യവും പരിശോധിക്കുമെന്നും വ്യക്തമാക്കി. ഭാര്യയോടും അവരുടെ വീട്ടുകാരോടുമുള്ള വൈരാഗ്യമാണ് കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന.